നമ്മളെ എല്ലാ സെറ്റിലും ഒരു 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 എന്റർടൈനർ ഉണ്ടാവും, ആരെങ്കിലും ഒരാളുണ്ടാവും. നമ്മുടെ കൂട്ടത്തിൽ ആരായിരുന്നു? എല്ലാവരും ഒരേ വാക്കി പറയുന്നില്ല. ഡാൻസ് ചെലങ്കെപ്പോഴാ ഊരി എറിഞ്ഞത്? ഊരി എറിഞ്ഞ എപ്പോഴാണ് എനിക്ക് പോലും ഓർമ്മയില്ല. എന്തായാലും വീണ്ടും അണിയേണ്ട സമയമായിരിക്കും. ഞാനിങ്ങനെ ഒരുപാട് സീൻസില് ഞാൻ മോണിറ്റർ ചെയ്ത് നോക്കുമ്പോൾ ഫേസ് കാണാത്ത പോലെ തോന്നും. ഫുൾ ഇരുട്ടാണ്. ഈപ്പം പാപ്പച്ചി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇല്ലേ, മീശാദൻ സിനിമ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പോസിറ്റീവ് നല്ല രസമായിട്ട് വരുമ്പോൾ ഈപ്പം പാപ്പച്ചിയുടെ ക്യാരക്ടർ വരുമ്പോൾ അന്ന് 24 വയസ്സങ്ങണ്ടല്ലേ? 22. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, കഥാപാത്രം എന്ന് പറയുന്നത് കഥാപാത്രത്തെ ദൈവത്തെ പോലെ കാണും. തീർച്ചയായും നമ്മുടെ കഥാപാത്രം എപ്പോഴും നമ്മുടെ മുകളിലായിരിക്കണം. യു ഷുഡ് ഓൾവേസ് ലുക്ക് അപ്പ് ടു ദ ക്യാരക്ടർ. നമ്മൾ തൊഴുതുകൊണ്ടായിരിക്കണം ആ ക്യാരക്ടറിലോട്ട് കയറുന്നത്. നമ്മളെന്ന് കഥാപാത്രത്തെക്കാൾ വലുതാണ് ഞാൻ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാണാൻ പറ്റുള്ളൂ സിനിമയിൽ, കഥാപാത്രത്തെ കാണാൻ പറ്റുള്ളൂ. ഒരു വട്ടുചേൻ എന്ന് പറയുന്നത് അയാളുടെ ബാക്ക്ഡ്രോപ്പ് വേറെയാണ്, അയാൾ വളർന്നു വന്നിരിക്കുന്ന രീതി വേറെയാണ്, അയാളുടെ ചൈൽഡ്ഹുഡ് വേറെയാണ്. പിന്നെ അധികം ഇമോട്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല, അയാൾ കണ്ണിലൂടെ ഒരുപാട് വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കി പിടിച്ച്. അപ്പോൾ അതാണ് ആ കഥാപാത്രം. അയാളൊരു പോലീസുകാരനാണെങ്കിലും അയാളുടെ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് വേറെയാണ്. കമലഹാസൻ സാറ് എത്ര ആൾക്കാരാണെന്ന് അറിയാമോ നമ്മുടെ സാഗർ ബ്രോനെ കുറിച്ച് പറഞ്ഞത്? എന്ത് ഇല്ലേ? നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ വീണ്ടും ഒരു പുതിയ സിനിമ വിശേഷമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ട്രെയിലറൊക്കെ കഴിഞ്ഞ് ഞെട്ടിയിരിക്കുന്ന ഒരു പടമാണ് ധീരം. അപ്പോൾ ധീരം സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം തന്നെ ഫുൾ ടീം നമ്മളൊപ്പം ചേർന്നുണ്ട്. ഇന്ദിരേട്ടനും നമ്മുടെ സാഗറും എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും വെൽക്കം ടു അവർ ഷോ. താങ്ക് യു സോ മച്ച്. എന്താ പറയുക, ശരിക്കും പറഞ്ഞാലേ നമുക്ക് ഇതിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പോൾ ഭയങ്കര ഡാർക്ക് മൂഡ്, പക്ഷെ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഫുൾ ലൈറ്റ് കത്തിക്കിടക്കും. എല്ലാവരും നേരെ ഓപ്പോസിറ്റ്. എന്തായാലും ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഭയങ്കര ഇൻട്രോട്ടൊക്കെ ഉണ്ടോ? ആരുമില്ല. നമ്മളെ എല്ലാ സെറ്റിലും ഒരു 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 എന്റർടൈനർ ഉണ്ടാവും, ആരെങ്കിലും ഒരാളുണ്ടാവും. നമ്മുടെ കൂട്ടത്തിൽ ആരായിരുന്നു? ഇന്ദിരയുടെ മിണ്ടാതിരിക്കുക, പറയട്ടെ. സൈലന്റ് എന്റർടൈനർ. ഇന്ദിരയുടെ ഡാൻസ് അതെ, ഇതെന്താണ് ഒരു ഗ്യാപ്പ്? ചെലങ്കെപ്പോഴാ ഊരി എറിഞ്ഞത്? ഊരി എറിഞ്ഞ എപ്പോഴാണ് എനിക്ക് പോലും ഓർമ്മയില്ല. എന്തായാലും വീണ്ടും അണിയേണ്ട സമയമായിരിക്കും. എന്തായാലും അടിപൊളി. എന്തായാലും ആദ്യം ഫസ്റ്റ് ജിതിൻ, എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? നമ്മളെല്ലാം ഫുൾ ഡാർക്ക് അടിച്ചിങ്ങനെ ഇരിക്കണേ. ലൈറ്റ് ആയ എല്ലാവരെയും ഡാർക്ക് ആക്കുക എന്നുള്ളതാണ്. ഒരുപാട് സീൻസില് ഞാൻ മോണിറ്റർ ചെയ്ത് നോക്കുമ്പോൾ ഫേസ് കാണാത്ത പോലെ തോന്നും. ഫുൾ ഇരുട്ടാണ്. ബേസിക്കലി എനിക്കൊരു നൈറ്റ് ഫിലിം താല്പര്യമുള്ള ഡാർക്ക് ത്രില്ലേഴ്സിനോട് ഭയങ്കര ഇതാണ്. ഞാൻ കൊറിയൻ മൂവി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡയറക്ടറാണ്. ഞാൻ എല്ലാ ലാംഗ്വേജസിലും പടം കാണും, പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് കൊറിയൻ മൂവീസിലാണ് ഇന്റൻസ് ഇമോഷൻസ് കാണിക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു നമ്മളെ ഇൻസ്പയർ ചെയ്യുമല്ലോ ചില കാര്യങ്ങൾ. അപ്പം എനിക്കിഷ്ടമാണ് ആ ഒരു ഫ്ലേവർ ഓഫ് ടോൺ ഇഷ്ടമാണ്. ഡാർക്ക് നൈറ്റ് വാം ടോണുകളോട് ഭയങ്കര താല്പര്യമാണ്. ഓക്കെ. അപ്പം സ്വാഭാവികമായിട്ട് ഇതൊരു ഡാർക്ക് ത്രില്ലറാണ്. സ്റ്റോറി വൈസും ഇച്ചിരി ഡാർക്ക്, എന്നാൽ നമ്മളെന്താ പറയാ, അതിന്റെ വേറൊരു തലവുമുണ്ട്. സിനിമ സഞ്ചരിക്കുന്നത് 2 ഗ്രാഫിലാണ്. ഇത് ഭയങ്കരമായ ഒരു ത്രില്ലറാണ്. അതിന്റെ കൂടെ തന്നെ ഇതിന് വേറൊരു നറേറ്റീവ് പെർസ്പെക്റ്റീവ് കൂടി ഉണ്ട്. ഓക്കെ. ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടട്ടെ. അല്ല, ഫുൾ ഡാർക്കാണ്. ബേസ് നോക്കിക്കഴിഞ്ഞാൽ ഡാർക്ക് ബ്ലാക്ക് ഇതൊക്കെയാണ്. എന്നിട്ട് ഈ നിഷ്കളങ്കമായ ഫേസിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ചേട്ടൻ ആക്ച്വലി അത് നിങ്ങൾക്ക് ഏറ്റവും എക്സാമ്പിൾ ഞാൻ പറയട്ടെ. പുള്ളി ഹാപ്പി എക്സ്പെൻസിലെ രാഹുലാവും. അതെ, ഇതേപോലെ ഭയങ്കര പുള്ളിക്ക് വട്ട് ചെയ്യാനാവാനും പറ്റും. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ആക്ടർ ഭയങ്കര വെർസറ്റൈൽ ആണ് പുള്ളി. ആ തലത്തുനിന്ന് ഈ തലത്തിലേക്ക് വരും. സോ ഡെഫിനറ്റ്ലി അത് തന്നെയാണ് ചേട്ടന എനിക്ക് സിനിമയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തിനാ എന്താ പറയാൻ തോന്നണേ ഈ മൊമെന്റില്? ഞാനിങ്ങനെ
അല്ല, ഇതൊരു ഡാർക്ക് ത്രില്ലർ തന്നെയാണ്. ഇപ്പോൾ സീരിയൽ മർഡർ മിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഡാർക്ക്നെസ് എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇതൊരു ഡാർക്ക് ഫിലിമാണ്. ഈ പറയുന്ന പോലെ നമ്മൾ കണ്ടു മറന്നിട്ടുള്ള ഒരുപാട് സീരിയൽ മർഡർ മിസ്റ്ററി സിനിമകളുടെ ഒരു ടെംപ്ലേറ്റ് ഇതിനകത്തുണ്ട്, ഒരു പാറ്റേൺ ഇതിനകത്തുണ്ട്. പക്ഷെ എപ്പോഴും അങ്ങനെയുള്ള സിനിമകളെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ പ്രസൻറ്റേഷൻ രീതിയിലും പിന്നെ അതിൻ്റെ ബാക്ക് സ്റ്റോറിയും ഒക്കെയാണ് ആ സിനിമ ഡിഫറെൻ്റ് ആകുന്നത്. ആ രീതിയിൽ ഈ സിനിമ വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം ഇതിലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറുണ്ട്. കാരണം ഓരോ മേർഡേഴ്സ് നടന്നിട്ട് അവിടെ പോലീസ് എത്തി ആ മേർഡർ സ്പോട്ട്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സീനുകളൊക്കെ വളരെ ഒരു പുതിയ വിഷ്വൽ പാറ്റേണിലൂടെയാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത, അങ്ങനെ പരിചിതമല്ലാത്തൊരു രീതിയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അത് ജിതിൻ്റെ ഒരു വിഷ്വൽ ഇതാണ്. കാരണം ഇതിന് മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു സാധനം പ്രേക്ഷകർക്ക് കൊടുക്കണം എന്നുള്ളൊരു സാധനം. പിന്നെ ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയും ഈ പറഞ്ഞതുപോലെ അധികം പരിചിതമല്ലാത്ത മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ബാക്ക് സ്റ്റോറി ഇതിനുണ്ട്. ഒരുപാട് കഥകൾ പറയുന്ന, എന്നാലൊരു സോഷ്യൽ ഇഷ്യൂലേക്ക് വിരൽ ചൂണ്ടുന്ന, പ്രത്യേകിച്ച് ഇന്നത്തെ യുവതിയുവാക്കളുടെ ഇടയിൽ ഉള്ള ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് ഈ സിനിമയിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കാരണം പ്രശ്നങ്ങൾ നേരിടുന്ന കഥാപാത്രങ്ങളും ഇൻഡയറക്റ്റ് ആയിട്ട് അത് ബാധിക്കപ്പെടുന്ന ആൾക്കാരുടെയും ഒക്കെ എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. കുറച്ചധികം കഥകൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് സ്റ്റോറിയിൽ പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ഒരുപാട് ഫീമെയിൽ ആക്ടേഴ്സ് ഉള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. ഒരു സീരിയൽ മർഡർ മിസ്റ്ററിയിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയധികം ഫീമെയിൽ ആക്ടേഴ്സിൽ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ഇവർ മാത്രമല്ല, ഇനിയുണ്ട് ക്യാരക്ടേഴ്സ്, പലരും ഇവിടെ ഇല്ല. അപ്പം ഇതിലെ ഒരുപാട് മെയിൻ ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഫീമെയിൽ ആക്ടേഴ്സാണ്. അപ്പോൾ അതൊരു വലിയൊരു ഡിഫറൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് മാത്രമല്ല, അറിയാൻ കഴിഞ്ഞത് ഭയങ്കര കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഇതിൽ വർക്ക് ചെയ്തേക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്? പറയൂ. തീർച്ചയായിട്ടും എല്ലാ ആർട്ടിസ്റ്റും ഇതിൽ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. there are few characters അത് നിങ്ങൾ സിനിമ കണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. I think they probably would have gone through the worst of it all. എന്നെക്കാട്ടിലും അല്ലെങ്കിൽ ഞങ്ങൾ I'm playing a police officer. അതിൻ്റെതായ എൻ്റെ കുറച്ച് അഭിനയിക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോലീസ് ഓഫീസർ ഒരു വേഷം ഫുൾ ഫ്ലെഡ്ജ് ചെയ്യുന്നത്. സോ സാധാരണ നമ്മൾ കുറച്ച് ഡ്രമാറ്റിക്, നമ്മൾ കുറച്ച് ഇമോഷൻസ് നമുക്ക് ഒക്കെ ഉണ്ടാവും. ഇത് നമ്മൾ സാധാരണ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെയാണ്, അപ്പോൾ എനിക്കത് ക്യാരക്ടറിലേക്ക് വരാൻ ഒരു 2-3 ദിവസം എടുത്തു. കുറച്ച് കഷ്ടപ്പെട്ട് പോയി. അഫ്കോഴ്സ് ചേട്ടനുണ്ടായിരുന്നു, പിന്നെ ജിതിൻ ഓൾസോ വാസ് ഹെൽപ്പ് ചെയ്തു കുറേ. നിശാന്ത് ഏട്ടനുണ്ടായിരുന്നു. നിശാന്ത് ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു. സോ ഐ തിങ്ക് വി ഹാഡ് എ ലിറ്റിൽ മോർ ലൈറ്റർ പാർട്ട് ഓഫ് ഇറ്റ്. കുറച്ചുകൂടെ എഫേർട്ടും കുറച്ചുകൂടെ ഇത് നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും അവരൊക്കെ ആരാണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻ അവരോട് ചോദിക്കണം. ശരിക്കും എല്ലാരും പറയാതെ പറഞ്ഞു വന്നത് ജിതിൻ വേറെ ഒരു സംഭവം എന്നാണ്. അത് പ്രസ്ഥാനമൊക്കെ ഞാൻ പറയും, ഇടക്കിടക്ക് ഞാൻ പറയും പടം ഇറങ്ങണേ തലൂസും. ആക്ച്വലി ഇതില് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം വെച്ചാൽ, നമ്മൾ സാധാരണ ഏതൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ എടുത്തു കഴിഞ്ഞാലും എസ്പെഷ്യലി മലയാളം സിനിമകളിൽ എപ്പോഴും നായകന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും. വേറെ നമ്മുടെ സിനിമ എന്താണോ പറയാൻ ശ്രമിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് വേറെ കുറച്ച് ലേയേഴ്സുകളിലൂടെയൊക്കെ പോവും. പിന്നെ നമ്മൾ തിരിച്ച് ത്രില്ലറിലേക്ക് വരും. ബേസിക്കലി എനിക്ക് ലാഗ് തീരെ ഇഷ്ടപ്പെടാത്തൊരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു വ്യൂവർ ആണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ സിനിമ തുടക്കം മുതൽ അവസാനം വരെ എന്താണോ സിനിമ പറയുന്നത് അതിൽ മാത്രം ഫോക്കസ്, എവിടെയും ഒരു ഡൈവേർഷൻ ഇല്ല. ആ കഥയിലൂടെ മാത്രമേ, അല്ലാണ്ട് വേറെ ഒരു ലെയർ കൊടുത്ത് അത് കുറച്ച് പറഞ്ഞ് തിരിച്ചു വീണ്ടും ആ പരിപാടി ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് പ്രേക്ഷകരെ എൻഗേജ് ആയി നിർത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അടിപൊളി. ഉറപ്പാണ് അങ്ങനെ ആവും. ഇത്രയും നല്ല ടീം വർക്ക് അല്ലേ. ഇനി സാഗറുള്ളൂ, ഒരു വിധത്തിലാണ് ഒരു പേര് മാറ്റിയത്, ഒരു ഡാർക്ക് ഒരു ഫേസും മാറ്റി തന്നെയായിരുന്നു. അപ്പൊ വീണ്ടും ഒരു സബ്ജക്റ്റിന്റെ ഭാഗമായിട്ടുണ്ട്. ഞാൻ അത്ര ഇതില്ല, വലിയ പ്രശ്നക്കാരല്ല, ഒരു ലുക്കുണ്ടെന്നേ ഉള്ളൂ. നമ്മളൊക്കെ പ്രതീക്ഷിക്കുക മാളയോപ്പുറം പോലത്തെ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു നിഷ്കളങ്കനായിട്ടൊക്കെ വന്ന് പോണം എന്നൊക്കെയായിരുന്നു. വരും. എന്താണ് നമ്മുടെ ക്യാരക്ടറിന്റെ ഒരു മനസ്സിലായി ചെയ്യാൻ പറ്റില്ല. ഞാനൊരു ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ ഇതിൽ മെയിൻ വർക്ക് ചെയ്യാനുള്ള കാര്യം ഇത് കൂടുതലും പറയുന്നില്ല എന്നിട്ട് ആ കയ്യിലേക്കാണല്ലോ നോക്കണത്. അല്ല, പ്രത്യേകിച്ചൊന്നും അങ്ങനെ പറയാൻ
ഫീൽ ചെയ്യുന്നില്ല. ഇതെല്ലാം നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാനുള്ള ഒരു സാധനം. ത്രില്ലേഴ്സ് എപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ തുറന്നു പറയാൻ പറ്റത്തില്ല. നമുക്ക് കുറച്ചൊക്കെ അവിടെ ഇവിടെ തൊട്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു സാധനം വരണുണ്ട്, ഇന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സാഗരൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിന്. അല്ല, ഈ തിരക്കിന്റെ ഇടയിലൊക്കെ ഉഗ്രം പ്രാങ്ക് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, ഇതിനൊക്കെ എവിടെ സമയം കിട്ടി? സെറ്റിലെ ചില എന്റർടൈൻമെന്റിൽ അതെ അതൊക്കെ അത് ഞാനല്ല, അത് ബുദ്ധി നമ്മളെ ഡയറക്ടർ തന്നെയായിരുന്നു. ഇവിടെ തന്നെ ഡയറക്ടർ ഇതിനിടയ്ക്ക് അതും പോയിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ബേസിക്കലി ഭയങ്കര ജോവിയലായി നിൽക്കുന്ന ആളാണ്. അങ്ങനെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടാവും, പക്ഷെ ഞാൻ ഒരിക്കലും കാണിക്കാണ്ട് ഐ ലവ് ടു ബി ജോവിയൽ. ചേട്ടനും ഭയങ്കര, എനിക്ക് എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു ചേട്ടൻ ഭയങ്കര സീരിയസ് ആണ്. അതായത് ഞാൻ ഈ സിനിമ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞു ഇന്ദ്രേട്ടൻ ഭയങ്കര സീരിയസ് ആണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇന്ദ്രേട്ടൻ സീരിയസ് ആണ് അവരുടെ ജോബിൽ, അതർവൈസ് ഇന്ദ്രേട്ടൻ ഒരു പൊളി എനിക്കത് ഇന്ന് ബ്രേക്ക് ചെയ്യാണ്. കാരണം എന്നോട് ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു ടെക്നീഷ്യന്മാരാ പറയുന്നത്. ഞാൻ ചേട്ടനോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ചേട്ടൻ സീരിയസ്, നമ്മളിപ്പോ എല്ലാവരും ഇപ്പൊ ഞാനായാലും നമ്മുടെ സീരിയസ് ആവേണ്ട ആവശ്യം നമ്മൾ സീരിയസ് ആണ്, നമ്മൾ എല്ലാ സമയത്തും മസിൽ പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, ചേട്ടൻ വളരെ ജോവിയലായിട്ട് ചേട്ടൻ എന്നെ തന്നെ ചേട്ടൻ കോമിക് ചെയ്യാറുണ്ട്. ലാസ്റ്റ് ചേട്ടൻ എന്റെ പടം കണ്ടു കഴിഞ്ഞിട്ട് പടത്തിലൊരു സീൻ വെച്ചിട്ട് എന്നെ കോമിക് ചെയ്തത് ഞാൻ ഇന്നും അത് ആലോചിച്ചിരിക്കുകയാണ്. അതായത് അത്രയും പുള്ളി ഇതാണ്. അതെ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വെരി പ്രൊഫഷണൽ. എനിക്കൊരു ഡയറക്ടർ എന്ന നിലയിൽ ചേട്ടനോട് വർക്ക് ചെയ്യാൻ പറ്റിയ സന്തോഷമാണ്. കാരണം ചേട്ടൻ കറക്റ്റ് ടൈം എല്ലാം, നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഡയറക്ടർക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് ചേട്ടൻ. ഇതിനിടെ കുറെ നേരം No, actually it is very true. He as in like ഞാൻ അത്ര മൂവീസ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ആസ് എൻ ഔട്ട്സൈഡർ first time I met him and he was fab as a character, behavior, ഒരു ആറ്റിറ്റ്യൂഡും ഇല്ല, മലയാളത്തിൽ പറയുന്ന പോലെ ഒരു ജാട ഇല്ല. എന്തായാലും അടിപൊളി. എന്തായാലും ഇപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നൊരു സംഭവം, വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കിട്ടില്ല ഒരു ത്രില്ലർ മൂവി തന്നെയാണ്. ഇതിലിപ്പോ ആക്ച്വലി പറയാൻ വിട്ട കുറച്ചാണ്. ഇതിൽ നമ്മൾ വരാത്ത കുറച്ചിട്ട് നിശാന്തേട്ടൻ, രഞ്ജി പണിക്കർ, ആക്ച്വലി ഇതില് രഞ്ജി പണിക്കർ ഉണ്ട്, അജു വർഗീസ് ഉണ്ട്, നിശാന്ത് സാഗർ ഉണ്ട്. അപ്പം അവർക്കൊക്കെ അവരുടേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ദേവി അജിത്ത് ഉണ്ട്, ശ്രീജിത്ത് വിജയ് എന്നൊരു ക്യാരക്ടർ. സോ പിന്നെ ഈ സിനിമയിൽ എന്ന് വെച്ചാൽ നമ്മള് അങ്ങനെ ഒരാളിൽ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു സിനിമയല്ല. ഈ സിനിമക്ക് വന്ന എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായ ഒരു വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. അപ്പം അതാണ് എനിക്ക് ഈ സിനിമ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ഓക്കെ, പിന്നെ എന്താ പറയാ, സസ്പെൻസ് ആണ് അത്. നിങ്ങൾ എന്തായാലും ആളുകൾക്ക് ത്രില്ലർ ആ സസ്പെൻസ് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ എങ്ങനെ സംസാരിക്കുമ്പോൾ സസ്പെൻസിലാണ് വന്ന് നിൽക്കുന്നത്. എനിക്കും പേടിയാവുന്നു. ദൈവം എന്തിനാ കുറച്ച് പോലീസ് ക്യാരക്ടറുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ഓക്കെ ഇതിലെന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ അതിൽ ഹുക്ക് ചെയ്യുന്നത്. ആ സ്റ്റോറി കേട്ടപ്പോൾ എന്താണ് പെട്ടെന്ന് പറയാൻ പറ്റുന്നതാണെങ്കിൽ എന്താണ്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. കാരണം ഇത് കഥ പറഞ്ഞു പോകുന്ന രീതി, അത് പിന്നെ ഇതിന്റെ ബാക്ക് സ്റ്റോറി മൾട്ടി ലെയർഡാണ്. ഇപ്പോൾ ജിതിൻ സൂചിപ്പിച്ച പോലെ നമുക്ക് ഇതാണ് ഇതിന്റെ പുറകിലെ കഥ, ഇതാണല്ലേ സംഭവം എന്ന് ഓർത്തിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഡീപ്പർ വേറൊരു ലെയർ വരും. ആ ലെയർ വിൽ അഗൈൻ മൾട്ടിപ്ലൈ ഇൻറ്റു മൾട്ടിപ്ലൈസ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൻ്റെ കഥ പറഞ്ഞു പോകുന്ന രീതി വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പോലീസ് വേഷങ്ങൾ നമ്മളെപ്പോഴും പോലീസായിട്ട് നമ്മൾ ഡ്രസ് ഇട്ട് വരുമ്പോൾ പോലീസായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ സബ്ജക്റ്റുകളും കഥാമുഹൂർത്തങ്ങളുമാണ് ആ സിനിമയെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കഥ പറയുന്ന സിനിമ എന്നെനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്. ശരിക്കും പോലീസ് കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തുകൊണ്ട് തന്നെ തൽക്കാലം പോലീസ് കഥാപാത്രങ്ങളിൽ നിന്ന് മാറി നിൽക്കാമെന്ന് ചിന്തിച്ച സമയത്താണ് ജിതിൻ എൻ്റെ അടുത്തെന്ന് പറയുന്നത്. ആദ്യം തന്നെ ഞാൻ ജിതിൻ്റെ ജിതിനെ പോലീസാണെങ്കിൽ വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് ആലോചിക്കാൻ. പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് ഇതിനകത്തൊരു സാധനമുണ്ട്, അല്ലെങ്കിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു സംഭവമുണ്ട്, എൻഗേജിങ് ആണ്, ഒരു ത്രില്ലർ എന്നുള്ള രീതിയിൽ ഡെഫിനറ്റ്ലി
പ്രേക്ഷകരെ എഡ്ജ് ഓഫ് ദ സീറ്റിൽ ഇരുത്താൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് കൈകൊടുത്തത്. ഇതിന്റെ നമുക്ക് ഈ ഇതിന്റെ ട്രെയിലറൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു സാധനം, ഇതിന്റെ A to Z ക്യാമറയുടെ ബാക്കിൽ വർക്ക് ചെയ്തേക്കുന്ന എല്ലാ ഓൾ ടീം കിട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടാണെങ്കിലും അതിനൊരു കാര്യം കൂടെ, ഒരുപാട് പുതിയ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ ആണെങ്കിലും ഇതിന്റെ ടെക്നിക്കൽ ടീമിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് പുതിയ ആൾക്കാരാണ്. പിന്നെ നമ്മുടെ എഡിറ്റർ നാഗൂറാണ്. ഇത് ആക്ച്വലി നമ്മുടെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ക്യാമറ, ഞാൻ കുറെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ട് വന്നു, സിനിമയിലൊന്നും വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ടീം ഒരു 3-4 ഷോർട്ട് ഫിലിംസ് ചെയ്ത് അതേ ടീമിന് തന്നെ, ഇതിന്റെ സൗണ്ട് ഡിസൈനർ ആയാലും എന്റെ ഷോർട്ട് ഫിലിംസ് ഉള്ള ആളാണ്, ഇതിന്റെ ക്യാമറമാൻ എന്റെ നമ്മുടെ ഷോർട്ട് ഫിലിംസ് ചെയ്ത ആളാണ്, പിന്നെ ഇതിന്റെ മ്യൂസിക് ചെയ്തത് മണികണ്ഠൻ അയ്യപ്പനാണ്. അഞ്ചേക്കാളുടെ കൊക്കിന് ശേഷം പുള്ളി ഇൻഡിവിജ്വലായി ചെയ്യുന്ന അടുത്ത പടമാണ്. ഓക്കെ. അപ്പം മ്യൂസിക്കൊക്കെ, കാരണം നമ്മുടെ സിനിമ മ്യൂസിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഇപ്പം വിഷ്ണു സുജാതനാണ് ഇതിന് മിക്സ് ചെയ്യുന്നത്, ഓഫീസർ ഓൺ ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ടുള്ളത്. ടെക്നിക്കലി നല്ല. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം നമ്മുടെ എഡിറ്റർ വന്നിട്ട് ഒരു ഔട്ട്സൈഡറാണ്, അതായത് നാഗുരാൻ രാമചന്ദ്രൻ എന്ന് പറയും. അതായത് ക്യാപ്റ്റൻ മില്ലർ, റോക്കി, സാനി കൈറോ എന്ന് പറയുന്ന ഡോൺ എന്നൊക്കെ പറയുന്ന തമിഴിലെ വലിയ പടങ്ങൾ ചെയ്ത ഒരു എഡിറ്ററാണ് നമ്മുടെ ഫസ്റ്റ് ആളുടെ മലയാളം പടം. ഞാനൊരു മുമ്പൊരു ആൽബം ചെയ്തായിരുന്നു ഹിന്ദിയിൽ, അത് പുള്ളിയായിരുന്നു എഡിറ്റർ. അങ്ങനെ എനിക്കത് വർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങൾ പുള്ളിനെ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസിങ് ഇൻ മലയാളം. ടെക്നിക്കലി ആക്ച്വലി എല്ലാവരും. പിന്നെ ആർട്ടിസ്റ്റ് സൈഡിലാണെങ്കിലും ഞാൻ ഈ നേരത്തെ പറഞ്ഞല്ലോ, കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. അത് ഒരുപാട് പേരെ ഓഡിഷൻ ചെയ്ത് സെലക്ട് ചെയ്ത് അങ്ങനെ അഭിനയിച്ചിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. പുതിയ ആൾക്കാരാണ് എല്ലാവരും പുതിയ ആൾക്കാരാണ്. അവരൊക്കെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. പുതിയ ആൾക്കാരാണെന്ന് തോന്നാത്ത വിധം നമ്മൾ വ്യക്തമായ ഒരു ഓഡിഷൻ വെച്ച് അവർക്കൊരു ഇത് കൊടുത്ത് അങ്ങനെ കറക്റ്റായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ജനങ്ങളോട് വിശ്വസിച്ച് നമ്മൾ പടം പറഞ്ഞു. ഇത്രയും പേര് ഓക്കെയാണ്, ധൈര്യമായിട്ടിരുന്നു. അതെ, എന്തായാലും പറയൂ, എന്താണ് നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയൂ. ഞാൻ ഈ സിനിമയിൽ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന്റെ ക്യാരക്ടറാണ്. ട്രാവലിംഗ് അലോങ് വിത്ത് ദ പോലീസ് ഓഫീസേഴ്സ് ടു ക്രാക്ക് ദി കേസ്. അതാണ്. പിന്നെ ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. പിന്നെ പറയുന്ന പോലെ വി കനോട്ട് റിവീൽ എവരിതിങ്. കമ്മിങ് ബാക്ക് ടു ദ സെയിം പോയിന്റ്. നമുക്ക് ഐ മീൻ അതിലും പറയാനില്ല. റബ ആക്ച്വലി നമ്മൾ ആഫ്റ്റർ ലോങ് ടൈം മലയാളം മൂവി. തീർച്ചയായിട്ടും ഈ സിനിമ റബക്കും നല്ലൊരു സ്പേസ് കൊടുക്കുമായിരിക്കും ഇൻഡസ്ട്രിയിൽ. റബ നന്നായിട്ട് എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു സിനിമയാണ്. സംതിങ് ഒരു പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നാളെ കഴിഞ്ഞാണ് ഒരു നല്ലൊരു മലയാള പടം ചെയ്യുന്നത്. സോ കുറേ പേര് എപ്പോഴും ചോദിക്കും കാണുമ്പോൾ എന്താണ് മലയാളം ചെയ്യാത്തത്. താല്പര്യമില്ലാത്ത കാരണമല്ല, എപ്പോഴും അങ്ങനെ ഒരു പെർഫോമൻസ് ഡ്രിവൻ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ ക്യാരക്ടേഴ്സ് മെമ്മറബിൾ ആവുന്നത്. തീർച്ചയായും ആ രീതിയിൽ റബയുടെ ക്യാരക്ടർ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. ആസ് ആൻ ആക്ടർ ഷീ ഈസ് ഗോട്ട് എ ലോട്ട് ടു എക്സ്പ്ലോർ ഇൻ ഇറ്റ്. ഇത് നമ്മൾ അതിന്റെ ഒരു ഐ ഹാവ് ടു obviously ആൾക്കാർ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവില്ല, ബട്ട് ആഫ്റ്റർ ദി വാച്ച് ദി ഫിലിം ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ സപ്പോർട്ടിംഗ് ആക്ടേഴ്സ്, കോ ആക്ടേഴ്സ്, ഇന്ദ്രനായാലും ജിത്തിൻ, ദിവ്യ, all of them have been so supportive. ആ ഒരു ഇമോഷൻ to bring out that specific character was very difficult and very challenging. അപ്പോൾ ഇവര് they were super supportive throughout and supportive ആയിട്ടുള്ള കാസ്റ്റ് ക്രൂ ഇല്ലെങ്കിൽ it's extremely difficult. And അതെനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഐ ഗോട്ട് ത്രൂ ദിസ് ഫിലിം, ദാറ്റ് ഹൗ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഓരോ ലേയേഴ്സ് ദാറ്റ് വി ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ് ഔട്ട് ഇൻഡിവിജ്വലി ആസ് എൻ ആക്ടർ. ലോട്ട് ഓഫ് വെൻ അതർ ഫിനോമിനൽ ആക്ടേഴ്സ് കം and help you, they actually help you reveal that. So I feel like that credit should also go to them. എന്തിനാ നമുക്ക് ഇപ്പൊ ഈ ഒരു പോലീസ് ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പോലീസായി. പക്ഷെ ഓരോ പോലീസുകാർക്കും ഓരോ സ്വഭാവങ്ങളാണ്. നമ്മൾ പലരിലും ഓരോ മനുഷ്യരും ഒരേപോലെ അല്ലല്ലോ, പലർക്കും പല ടോണാണ്, പല രീതികളാണ്. അപ്പൊ ചേട്ടൻ ചെയ്തേക്കുന്ന ക്യാരക്ടർ ഒന്നും കോപ്പിയല്ല, എല്ലാം വേറെ 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 സംഭവങ്ങളാണ്. അപ്പൊ ഇത്രയും മാറി മാറി ചെയ്യാൻ എങ്ങനെയാണ് ഈ ഒരു ഒബ്സർവേഷൻ കിട്ടുന്നത്? ഒബ്സർവേഷൻ എന്നുള്ളത് അത് ഓരോ സബ്ജക്റ്റാണ് ആ കഥാപാത്രത്തെ ഡിഫറെൻ്റ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സബ്ജക്റ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ റൈറ്ററോടും ഡയറക്ടറോടും സംസാരിച്ച് എങ്ങനെയാണ് അവർക്ക് വേണ്ടതെന്ന് ഒരു ധാരണ നമ്മൾ തന്നെ ഉണ്ടാക്കി പിന്നെ നമ്മുടേതായ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മുടേതായ ചേരുവകൾ അതിനകത്ത് കൊണ്ടുവരുമ്പോഴാണ് ഓരോ ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആവുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു ഇതിനകത്ത് എഴുതിയിരിക്കുന്ന സ്റ്റാലിൻ എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം പ്രോബ്ലി ഒരു വട്ടുജയൻ എന്ന് പറയുന്നത് അയാളുടെ ബാക്ക്ഡ്രോപ്പ് വേറെയാണ്, അയാൾ വളർന്നു വന്നിരിക്കുന്ന രീതി വേറെയാണ്, അയാളുടെ ചൈൽഡ്ഹുഡ് വേറെയാണ്. പിന്നെ അധികം ഇമോട്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല, അയാൾ കണ്ണിലൂടെ ഒരുപാട് വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കി പിടിച്ച്. അപ്പോൾ അതാണ് ആ കഥാപാത്രം. അയാളൊരു പോലീസുകാരനാണെങ്കിലും അയാളുടെ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് വേറെയാണ്, ഇയാളുടെ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് വേറെയാണ്, ഇയാൾ വളർന്നു വന്നിരിക്കുന്ന രീതി വേറെയാണ്, ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് വേറെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ചെറിയ
മാറ്റങ്ങൾ നമ്മുടെ ബോഡി ലാംഗ്വേജിലും നമ്മുടെ കോൺഫിഡൻസ്, ഇപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഒരു വലിയ ഫാക്ടറാണല്ലോ. ഇപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് പോലീസ് ഓഫീസേഴ്സ് ഉണ്ടാവും, അത്ര കോൺഫിഡൻറ്റ് അല്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ആ കഥാപാത്രത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഒരു പാസ്റ്റ്, ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കിയാണ് ആ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത്. തീർച്ചയായും. അപ്പോൾ അത് ഇതിനകത്തും അങ്ങനെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ. അതുപോലെ നമ്മൾ ഇപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ക്രൂവിൽ ഇപ്പോൾ ഓരോരുത്തരുടെ പെർഫോമൻസ് ലെവൽ വേറെയാണ്. ചേട്ടൻ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പോൾ ഇവരൊക്കെ വർക്ക് ചെയ്ത് കാണുമ്പോൾ ചില ആർട്ടിസ്റ്റുകൾ പറയാറുണ്ട്, പിള്ളേരൊക്കെ ചെയ്ത് കാണുമ്പോൾ ഭയങ്കര അതിശയം തോന്നും, ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത്, നമ്മൾ ഇത്രയും കാലമായിട്ട് ആ ഒരു ടോൺ നോക്കി പിടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവരിലൊക്കെ പെർഫോമൻസ് കണ്ടിട്ട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും ദർ ഓൾ വെരി ഗുഡ് ആർട്ടിസ്റ്റ്, ഒരു സംശയമില്ല. പിന്നെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യമുണ്ട്, ഇപ്പം നമ്മൾ 5 പേര് ഇരുന്നൊരു സീൻ അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ മാത്രം നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് കാര്യമില്ലല്ലോ, എല്ലാവരും നന്നായിട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പം പുതുതായിട്ട് വരുന്ന, ഇപ്പോൾ ഇവരെന്നല്ല, ഇപ്പോൾ പുതിയ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യങ്സ്റ്റേഴ്സ് പുതിയ ഓഡിഷൻ ചെയ്ത് വന്ന കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ അവരോടൊപ്പമൊക്കെയുള്ള കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ അവർ ഭയങ്കര ടെൻഷനിലാണ്, ആദ്യമായിട്ട് അഭിനയിക്കുന്നു. അല്ലെങ്കിൽ അത് നമ്മളാണ് അവിടെ പോയി അവരെ കംഫർട്ട് ചെയ്ത് ആ ഒരു ടെൻഷൻ ബ്രേക്ക് ചെയ്ത്, ഐസ് ബ്രേക്ക് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിച്ചെടുക്കേണ്ടത്. പക്ഷേ ആദ്യത്തെ ദിവസം വന്ന് അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു 2ാമത്തെ 3ാമത്തെ ദിവസം ഭയങ്കര നന്നായിട്ട് ചെയ്ത ആൾക്കാരുണ്ട് ഈ സിനിമയിൽ. സോ അപ്പോൾ അത് നമ്മുടെയും കൂടി റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം നമ്മുടെ സിനിമയാണ്, നമ്മളോടൊപ്പം അഭിനയിക്കുന്നവരാണ്. അപ്പോൾ ഒരു സീനിൽ നിന്ന് അഭിനയിക്കുമ്പോൾ നമ്മൾ മാത്രം നന്നായിട്ട് ചെയ്തൊരു കാര്യമില്ല, അവരും നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാൾ നന്നായി ചെയ്തെങ്കിൽ ആ സീൻ നന്നാവും നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, സോ ദാറ്റ് ജോബ് എനിക്ക് ഇഷ്ടമാണ്. ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മളൊരു ആക്ടേഴ്സ് ട്രെയിനിങ് it's a dedicated actor or co-actor who wants to make, like he said, wants to make our scene ഒന്ന് better ആക്കാൻ വേണ്ടി you will go to any extent. എനിക്ക് ആ ഒരു ആക്ടേഴ്സ് ട്രെയിനിങ് ഒരു പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ പ്രോബബ്ലി നാളെ ഞാനൊരു സിനിമ എപ്പോഴെങ്കിലും സംവിധാനം ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള നല്ല ക്യാരക്ടേഴ്സ് ഉള്ള സിനിമകൾ, അതായത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള സിനിമകൾ ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ്. ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ശരിയാക്കാം. ഞാൻ ഈ പുതിയ ജനറേഷൻ പെർഫോമൻസിന്റെ കാര്യം പറയുന്നത്, കമൽഹാസൻ സാറ് എത്ര ആൾക്കാരാണെന്ന് അറിയാമോ നമ്മുടെ സാഗർ ബ്രോനെ കുറിച്ച് പറഞ്ഞത്? എന്ത് ഇല്ലേ? ഞാൻ തീർന്നില്ലെങ്കിൽ ലോകേഷ് മറ്റേ നമ്മുടെ ഋഷഭ് സാറൊക്കെ പറഞ്ഞത് അവനെ കാണുമ്പോ പേടിയാണെന്ന് പറഞ്ഞത്. ആ ലെവലിലേക്ക് എത്തി, പാൻ ഇന്ത്യൻ ലെവലിലേക്കാണ് നമ്മുടെ പെർഫോമൻസ് എത്തിയത്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഒരു സിനിമ വരും ഇത്ര അപ്രിസിയേഷൻ കിട്ടാന്ന് പറയുന്നത് എല്ലാ ആക്ടേഴ്സും കുതിക്കുന്നതാണ്. ആ ഒരു ബ്ലെസ്സിങ് കിട്ടിയിട്ടുണ്ട്. വീണ്ടും റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ അതുപോലെ കൂടുതലാണ്. അപ്പം നമുക്ക് ഇവരൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ആക്ടേഴ്സിന് കിട്ടുന്ന ഭയങ്കര മോട്ടിവേഷനാണ്, ഭയങ്കര എനർജിയാണ്. അത്രേ ഉള്ളൂ. അടിപൊളിയല്ലേ? ഓ പിന്നെ തീർച്ചയായിട്ടും. അതുപോലെ ചേട്ടാ പലരും പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും ഞാൻ ഒന്ന് പറയാണ്, ഈപ്പം പാപ്പച്ചി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറില്ലേ, മീശാദൻ സിനിമ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പോസിറ്റീവ് നല്ല രസമായിട്ട് വരുമ്പോൾ ഈപ്പം പാപ്പച്ചിയുടെ ക്യാരക്ടർ വരുമ്പോൾ ആദ്യം വിചാരിക്കുന്നത് ഇദ്ദേഹം എന്ത് ചെയ്യണം, ദേഷ്യപ്പെടണം. കാരണം ഈ മുഖം കണ്ടിട്ട് ദേഷ്യം തോന്നൂല. എന്നാ ഒരു അലമ്പ് ക്യാരക്ടറായിട്ട് അതിന്റെ ഇടയിലേക്ക് വരുന്നത്. അന്ന് 24 വയസ്സാണ് കണ്ടല്ലേ? 22 വയസ്സിലാണ്. അത്രയും വലിയൊരു മറ്റേ ശരിയാണല്ലേ? അല്ല, ആ ടൈമിൽ ഇത്രയും വലിയൊരു ക്യാരക്ടർ കയ്യിലേക്ക് കിട്ടിയപ്പോൾ എന്തായാലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു? പിന്നെ തീർച്ചയായിട്ടും പുതിയ ആളല്ലേ, ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ടീമിനോടൊപ്പം വർക്ക് ചെയ്തപ്പോൾ അത് ഭയങ്കര ഈസി ആയിരുന്നു. അതിപ്പം തീർച്ചയായിട്ടും അതിൻ്റെ വലിയൊരു ക്രെഡിറ്റ് പോകേണ്ടത് അതിൻ്റെ റൈറ്റർ ആൻഡ് ഡയറക്ടർ, ഇപ്പം ലാൽ ജോസ് ആൻഡ് രഞ്ജൻ പ്രമോദ്, ഇവർ രണ്ടുപേരും ആ സമയത്ത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുത്ത് ഇന്നും നമ്മുടെ മനസ്സിൽ മീശാദിൻ്റെ വിഷ്വൽസും ഒക്കെ നമുക്ക് നമ്മുടെ മനസ്സിലില്ലേ. അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവാൻ ഈ പറഞ്ഞതുപോലെ, ഇപ്പോൾ സാഗർ പറഞ്ഞ പോലെ ബിഗിനിങ് ഓഫ് ദ കരിയറിൽ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പിന്നെ ഞാൻ എപ്പോഴും അന്നും ഇന്നും ഞാൻ അണ്ടർഗോ ചെയ്യുന്നൊരു പ്രോസസ്സാണ് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഫിലിം മേക്കറായിട്ടും റൈറ്ററായിട്ടും എന്താണ് കഥാപാത്രം എന്ന് മനസ്സിലാക്കാൻ അവരോട് കൂടുതൽ സംസാരിച്ച് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലേക്ക് അതിൻ്റെ ഒരു ചേരുവകൾ അറിയാതെ തന്നെ വന്നു ചേരും. സോ അങ്ങനെയുള്ള പ്രിപ്പറേഷനാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. എനിക്ക് എൻ്റേതായിട്ട് അതിനകത്ത് അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല. അവർ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ദൈവം സഹായിച്ച് ഒരു ആർട്ടിസ്റ്റ് നമ്മുടെ ഉള്ളിൽ എവിടെയോ കിടപ്പുള്ളത് കൊണ്ട് ആ ക്യാരക്ടർ നന്നായിട്ട് വന്നു. ഇന്നും ജനങ്ങളത് ഓർക്കുന്നു. സോ താങ്ക്ഫുൾ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ആക്ടിങ് ട്രെയിനിങ് കൊടുക്കാൻ ഒരാളെ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ ഇഷ്ടമെന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഒരാളുടെ ഹെൽപ്പിൽ, അതായത് നല്ല രീതിയിലൊരു ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് നമുക്കൊരു മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ടോ ഒരു ക്യാരക്ടർ? ഞാൻ അത് എൻ്റെ എല്ലാ ക്യാരക്ടേഴ്സിലും അത് ഉണ്ടാവാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രൈമറിലി ഒരു ഡയറക്ടേഴ്സ് ആക്ടറാണ്, ഒരു ഡയറക്ടേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ആക്ടറാണ്. ഞാൻ അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി.
ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും അവരെന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ആസ് എൻ ആക്ടർ ഒരു കഥാപാത്രം നമ്മൾ ചെയ്യുമ്പോൾ വാട്ട് ദേ വോണ്ട് ഔട്ട് ഓഫ് മീ, അത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി അവരായിട്ട് സംസാരിച്ച്. ഇപ്പോൾ മുരളി ഗോപിയെ പോലെ ഒരു റൈറ്ററിനോട് ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ചെയ്യാൻ ഒരുപാട് പടങ്ങൾ ചെയ്തു. അപ്പോൾ അത് ഹി ഹാസ് എ വെരി ക്ലിയർ പിക്ചർ അബൌട്ട് വാട്ട് ഹി വാണ്ട്സ് ഔട്ട് ഓഫ് ദ ക്യാരക്ടേഴ്സ്. അപ്പോൾ പിന്നെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സുമാണ്. അപ്പോൾ സംസാരിച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ആ കഥാപാത്രത്തെക്കുറിച്ച് കിട്ടും. അപ്പോൾ അത് സ്ക്രീനിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. പിന്നെ ഓബിയസ്ലി നമ്മളൊരു ആക്ടർ ആകുമ്പോൾ നമ്മുടേതായ ഒരു സ്റ്റൈലും നമ്മുടേതായ ഒരു സാധനം അതിനകത്ത് ഓട്ടോമാറ്റിക്കലി വരും. ഐ ഓൾവേസ് വോണ്ട് ടു ബി ദാറ്റ് വേ. ഇനി അങ്ങോട്ട് അങ്ങനെ നമ്മൾ നിന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ആക്ടർ എന്നുള്ള രീതിയിൽ വളരാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, കഥാപാത്രം എന്ന് പറയുന്നത് കഥാപാത്രത്തെ ദൈവത്തെ പോലെ കാണണം. നമ്മുടെ കഥാപാത്രം എപ്പോഴും നമ്മുടെ മുകളിലായിരിക്കണം. യു ഷുഡ് ഓൾവേസ് ലുക്ക് അപ്പ് ടു ദ ക്യാരക്ടർ. നമ്മൾ തൊഴുതുകൊണ്ടായിരിക്കണം ആ ക്യാരക്ടറിലോട്ട് കയറുന്നത്. നമ്മളെന്ന് കഥാപാത്രത്തെക്കാൾ വലുതാണ് ഞാൻ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാണാൻ പറ്റുള്ളൂ സിനിമയിൽ, കഥാപാത്രത്തെ കാണാൻ പറ്റുള്ളൂ. വെരി നൈസ്. നമ്മള് ചില ചേട്ടൻ പറഞ്ഞ കറക്റ്റാ, ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ നമ്മളെപ്പോഴും ആ ആർട്ടിസ്റ്റിനെയാണ് കാണുന്നത്, ആ ക്യാരക്ടർ കാണത്തില്ല. ചില ആൾക്കാരുടെ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ആർട്ടിസ്റ്റിനെ കാണില്ല, ആ ക്യാരക്ടർ കാണും. അതാണ് ആ ആർട്ടിസ്റ്റിന്റെ വിജയം. സോ എന്നിലൂടെ ആ ക്യാരക്ടറെ കാണണം എന്നുള്ളതാണ് പ്രയോറിറ്റി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എല്ലാ സിനിമകളും, അതിപ്പോൾ പുതിയ ഡയറക്ടേഴ്സാണ്, ഞാൻ ഒരുപാട് പുതിയ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജിതിൻ ഇപ്പോൾ വന്ന പുതിയ ഡയറക്ടറാണ്, പക്ഷേ ഇപ്പം ലിജോ ആണെങ്കിലും ഒക്കെ ഒരുപാട് വലിയ ഡയറക്ടേഴ്സിൻ്റെ ഫസ്റ്റ് ഫിലിംസിൽ അൻവർ റഷീദ് ഇവരുടെയൊക്കെ ഫസ്റ്റ് ഫിലിമിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു. ഓക്കെ, നൈസ്. എന്തായാലും ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി ചോദിക്കട്ടെ, എല്ലാവരും നല്ല അച്ചടക്കമുള്ള കുട്ടികളായിരുന്നു. ഡയറക്ടർ മാത്രമേ ഡയറക്ടറിനെ എല്ലാവരും നോക്കിയിരുന്നത്. ഇല്ല, ആക്ച്വലി എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. സാഗർ നോക്കി ഇല്ല, സംഭവം എല്ലാവരും. പിന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ ചോദിക്കും, പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ക്രിയേറ്റീവായിട്ട് പുള്ളി ഹീസ് ഗോട്ട് എ വെരി ക്ലിയർ പിക്ചർ അബൌട്ട് സിനിമ എങ്ങനെ വേണമെന്നൊക്കെ ഉള്ളത്. പക്ഷേ നമ്മൾ ക്രിയേറ്റീവ് സൈഡിൽ നമ്മൾ ഒരുപാട് സംസാരിച്ച് വഴക്കൊക്കെ അടിച്ചിട്ടുണ്ട് ലൊക്കേഷനിൽ പല കാര്യങ്ങളെക്കുറിച്ച്. അതൊക്കെയാണല്ലോ ഒരു സിനിമയെ നന്നാക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള മാറ്റങ്ങൾ ജിതിൻ സമ്മതിച്ചിട്ടുണ്ട്. ചിലതിലൊക്കെ ജിതിൻ വളരെ വാശി പിടിച്ച് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ അങ്ങനെയുള്ള ഡിസ്കഷൻസ്, ക്രിയേറ്റീവ് ഡിസ്കഷൻസ് എപ്പോഴും, കൺസ്ട്രക്റ്റീവ് ഡിസ്കഷൻസ് എപ്പോഴും ഒരു സിനിമയെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും. കാരണം ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. ചേട്ടൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ, കാരണം ചേട്ടൻ എപ്പോഴും അത് എന്താണ് ചേട്ടൻ കൊടുക്കേണ്ടതെന്ന് ചേട്ടൻ മനസ്സിലാക്കാൻ ഒരുപാട് സംസാരിക്കും ചേട്ടൻ. അത് ചേട്ടന് നമ്മളോട് ഇന്ററാക്ട് ചെയ്യും. ഇപ്പൊ ആ ഡേ ഓഫ് ഷൂട്ടിൽ തന്നെ രാവിലെ ചേട്ടൻ വിളിച്ച് ഈ സീനിൽ ഇങ്ങനെയാണ് നമ്മൾ ചില ചേട്ടൻ പറഞ്ഞ ചില സീനിൽ ചില ആർഗ്യുമെന്റൽസ് ഉണ്ടാവും, പക്ഷെ ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് ഹെൽപ് ദ മൂവി. അതായത് നമ്മൾ ആസ് എൻ ആക്ടർ നമ്മളൊരു കഥാപാത്രം ചെയ്യുമ്പോൾ 100% കൺവിൻസ്ഡ് അല്ലെങ്കിൽ നമുക്ക് 100% അത് നമ്മുടെ മുഖത്ത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ സീനും നമ്മളൊരു കൺവിൻസ്ഡ് ആകുമ്പോൾ അതിൻ്റെതായ ഒരു പെർഫോമൻസ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. സോ അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ എവറി ആക്ടർ ഫോർ ദാറ്റ് മാറ്റർ. ഓക്കെ, എന്തായാലും എല്ലാ ചേരുവകളും ചേർന്ന എല്ലാവരും ഒരേപോലെ കട്ടയ്ക്ക് നിന്നേക്കുന്ന ഒരു ഉഗ്രൻ ടീം വർക്കിൽ വരുന്ന ഒരു മൂവിയാണ്. നമ്മളെല്ലാവരും, കാരണം കൂടുതൽ പറഞ്ഞു കഴിഞ്ഞ് ഇതിൻ്റെ പല കാര്യങ്ങളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എന്താ പറയുക, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. എന്തായാലും ഇത് നല്ല സക്സസ് ആയി, നല്ല നിറഞ്ഞോടട്ടെ, എല്ലാവരും ഹാപ്പി ആവട്ടെ. ഇത് മലയാള സിനിമയിൽ എന്നും എല്ലാവരും ഓർത്തിരിക്കാവുന്ന ഒരു മൂവിയായി മാറട്ടെ. നമുക്ക് ഇതിന്റെ സക്സസ് സെലിബ്രേഷൻ ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.